യൂണിറ്റ് 9 ഇറ്റ് ഈസ് ടൈം. അതിലെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ ഒന്ന് നോക്കുന്നത്. ഫസ്റ്റിന് നമുക്ക് ഒരു റൂസ്റ്ററുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടു ഫൈൻഡ് ദ ടൈം ദ കോക്ക് ക്രോഡ്, കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റിക്സ് ഇൻ ദ ഫെൻസ്. അതായത് വേലിയിലെ, ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി കേട്ടോ, അവിടെ വേലിയുടെ മുകളിലാണല്ലേ റൂസ്റ്റർ നിൽക്കുന്നത്. വേലിയിലെ വടികൾ എണ്ണിയാല് എന്താണ് കോഴി കൂകിയ സമയം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സ്റ്റിക്ക് എത്ര ഉണ്ട്? 1 2 3 4 5 സ്റ്റിക്സ് അല്ലേ. അപ്പൊ എന്താണ് മോർണിംഗ് 5 o'clock ഈ കോക്ക് ക്രോ ചെയ്തിരിക്കുന്നത് അല്ലേ, കൂകിയിരിക്കുന്നത്. 5 എന്ന് ബോക്സിൽ എഴുതുക. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. വിച്ച് നീഡ്സ് മോർ ടൈം, ഏതിനാണ് കൂടുതൽ സമയം വേണ്ടത് എന്നാണ് കേട്ടോ. ടിക്ക് ദ വൺ ഇൻ ഈച്ച് റോ, ഓരോ വരിയിലും ഏതിനാണോ കൂടുതൽ സമയം എടുക്കുന്നത് അത് ടിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നോക്കൂ. ടു ബ്രഷ് teeth to bath, which activity needs more time? ബാത്ത് ആണ് അല്ലേ. ഇപ്പൊ ബാത്തിൽ ടിക്ക് ഇടുക കേട്ടോ ആ സർക്കിളില്. നെക്സ്റ്റ് നോക്കൂ. ടു പ്ലേ ബോൾ, ടു ഈറ്റ് ഫുഡ്. ടു പ്ലേ ബോൾ എന്ന് പറഞ്ഞാൽ കളിക്കുക അല്ലെ, പന്ത് കളിക്കുക. ടു ഈറ്റ് ഫുഡ് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ഏതിനാ വേണ്ടത്? ടു പ്ലേ ബോൾ അല്ലേ. ആ സർക്കിളിൽ ടിക്ക് ഇടുക കേട്ടോ. നെക്സ്റ്റ് ടു സ്കൂൾ ബൈ വാക്ക്, സൈക്കിൾ റൈഡ് ടു സ്കൂൾ. എന്താണ്? സ്കൂളിലേക്ക് നടന്നു പോവുക അല്ലെ. മറ്റേതെന്താണ്? സൈക്കിൾ ഓടിച്ചു പോവുക. അപ്പൊ ഏതിനാ കൂടുതൽ സമയം വേണ്ടത്? ടു സ്കൂൾ ബൈ വാക്കാണ് അല്ലേ. ഇതിന് അടുത്തത് നോക്കുക. ടു സ്ലീപ്, ടു സ്റ്റഡി. ഉറങ്ങാനാണോ പഠിക്കാനാണോ കൂടുതൽ സമയം വേണ്ടത്? ഉറങ്ങുന്നതാണ് അല്ലേ. എന്ത് ചെയ്യുക? ടു സ്ലീപ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഡേ. ദ ഡെയിലി റൂട്ടീൻ ഓഫ് മാനസി ഈസ് ഗിവൺ ബിലോ, ജോയിൻ ദം കറക്റ്റ്ലി. അതായത് മാനസി ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിയായ രീതിയിൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? വോക്കപ്പ്. രാവിലെ ഉറക്കമുണരുന്നത്. സമയം എത്ര മണിയായിരിക്കും? മോർണിംഗിലാണ് അല്ലേ. മോർണിംഗ് 7 o'clock. മോർണിംഗ് 7 o'clock മാച്ച് ചെയ്യുക. ഗോയിങ് ടു സ്കൂൾ എന്താണ്? സ്കൂളിലേക്ക് പോവുക. മോർണിംഗ് 9 o'clock ആയിരിക്കുമല്ലോ. 9 o'clock മാച്ച് ചെയ്യുക. ദെൻ ഹാഡ് ലഞ്ച്. എന്താണ്? ഉച്ചത്തെ ഭക്ഷണം കഴിക്കുക കേട്ടോ. ഉച്ചഭക്ഷണം കഴിക്കുക ആഫ്റ്റർനൂണിലാണ് അല്ലേ, 1 o'clock. അത് മാച്ച് ചെയ്യുക. സ്കൂൾ ടൈം ഓവർ, സ്കൂള് വിടുക. ഈവനിങ്ങിലല്ലേ, ഈവനിങ് 4 o'clock ജോയിൻ ചെയ്യുക. റീച്ച്ഡ് ഹോം, എന്താണ്? വീട്ടിലെത്തുക അല്ലേ. വീട്ടിലെത്തുക ഈവനിങ് 5 o'clock മാച്ച് ചെയ്യുക. റോഡ് ഡയറി. റോഡ് ഡയറി പറഞ്ഞാൽ ഡയറി എഴുതുക അല്ലേ. നൈറ്റ് 8 o'clock തന്നിട്ടുണ്ട്, അതിലേക്ക് മാച്ച് ചെയ്യുക. വെൻ ടു സ്ലീപ്പ്, നൈറ്റ് 9 o'clock ജോയിൻ ചെയ്യുക കേട്ടോ. വാട്ട് ഈസ് യുവർ ഡെയിലി റൂട്ടീൻ? നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ടൈം എഴുതുക വേണ്ട കേട്ടോ. വാക്കപ്പ്, വെൻ ടു സ്കൂൾ, കം ബാക്ക് ഹോം, വെൻ ടു പ്ലേ, സ്റ്റാർട്ടഡ് സ്റ്റഡിങ്, ഹാഡ് സപ്പർ. അതായത് വാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉറക്കമുണരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ അത് എഴുതുക കേട്ടോ. 6 o'clock ആണെങ്കിൽ 6 o'clock എന്ന് എഴുതുക. 7 o'clock ആണെങ്കിൽ 7 o'clock എന്ന് എഴുതുക. വെൻ ടു സ്കൂൾ, നിങ്ങൾ സ്കൂളിലോട്ട് പോവുക. അത് 8 o'clock ആണെങ്കിൽ 8 o'clock എന്ന് എഴുതുക. 9 o'clock അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടൈം, നിങ്ങൾ എപ്പോഴാണോ പോകുന്നത് അങ്ങനെ എഴുതുക കേട്ടോ. കം ബാക്ക് ഹോം, വീട്ടിലേക്ക് തിരിച്ചെത്തുക. വീട്ടിലേക്ക് തിരിച്ചെത്തുക 4 o'clock ആണെങ്കിൽ 4 o'clock, 5 o'clock ആണെങ്കിൽ അതെങ്ങനെയാണോ നിങ്ങളുടെ സമയം അതുപോലെ എഴുതുക കേട്ടോ. അടുത്തത് വെൻ ടു പ്ലേ ആണ്, കളിക്കാൻ പോവുക കേട്ടോ. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം നിങ്ങൾ കളിക്കാൻ പോകുന്നത് എത്ര മണിക്കാച്ചോ അത് അവിടെ എഴുതുക കേട്ടോ. ദെൻ സ്റ്റാർട്ടഡ് സ്റ്റഡിങ്, പഠിക്കാനിരിക്കുന്നത് എത്ര മണിക്കാച്ചോ അത് എഴുതുക. ഹാഡ് സപ്പർ. സപ്പർ എന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ ഭക്ഷണം, നിങ്ങൾ എപ്പോഴാണ് കഴിക്കുന്നത് അത് അവിടെ എഴുതുക കേട്ടോ. അടുത്തത് ഡേയ്സ് ആണ്. അലൻ ട്രാവൽ ഫോർ 7 days ആൻഡ് വിസിറ്റഡ് ദ പ്ലേസസ് ഷോൺ ബിലോ. 7 ദിവസം അലന് യാത്ര ചെയ്തു. അലൻ സന്ദർശിച്ച സ്ഥലങ്ങളാണ് കേട്ടോ ചോട്ടിൽ കൊടുത്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. അത് നോക്കുക. കൊച്ചി വെനസ്ഡേ, കണ്ണൂർ ഫ്രൈഡേ, തൃശ്ശൂർ ട്യൂസ്ഡേ, വയനാട് സാറ്റർഡേ, പാലക്കാട് മൺഡേ, കാസർഗോഡ് തേഴ്സ്ഡേ, കോഴിക്കോട് സൺഡേ ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. ഹി സ്റ്റാർട്ടഡ് ഓൺ തേഴ്സ്ഡേ. റൈറ്റ് ദ പ്ലേസസ് ഹി വിസിറ്റഡ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് തേഴ്സ്ഡേ ആണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. തേഴ്സ്ഡേ കാസർഗോഡ് ആണ് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞാൽ തേഴ്സ്ഡേ കഴിഞ്ഞാൽ പിന്നെ ഏത് ഡേ ആ വരിക? ഫ്രൈഡേ ആണ് അല്ലേ. ഫ്രൈഡേ എവിടെയാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. കണ്ണൂർ അല്ലേ. കണ്ണൂർ എന്ന് എഴുതുക. ഫ്രൈഡേ കണ്ണൂർ. അടുത്ത ഡേ ഏതാണ്? സാറ്റർഡേ ആണ് അല്ലേ. എവിടെയാണ് സാറ്റർഡേ വിസിറ്റ് ചെയ്തിരിക്കുന്നത്? വയനാടാണ്. സാറ്റർഡേ വയനാട് എന്ന് എഴുതുക. ദെൻ ഏതാ ഡേ വരിക? സൺഡേ അല്ലേ. സൺഡേ എവിടെയാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്? കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് എഴുതുക. അടുത്തത് മൺഡേ ആണ്. മൺഡേ പാലക്കാടാണല്ലേ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് എന്ന് എഴുതുക. ദെൻ ട്യൂസ്ഡേ. ട്യൂസ്ഡേ എവിടെയാണ്? തൃശ്ശൂരാണ്. ദെൻ പിന്നെ ഏതാ? വെനസ്ഡേ. വെനസ്ഡേ കൊച്ചിയിൽ അല്ലേ. അങ്ങനെ എഴുതുക കേട്ടോ ഓർഡറിൽ. അടുത്തത് ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് റൈറ്റ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ഇൻ ദ കലണ്ടർ. അതായത് കലണ്ടർ നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയിലെ ദിവസങ്ങൾ കലണ്ടറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
നമുക്കിവിടെ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഏതാ നമുക്കറിയാലോ. ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്. സൺഡേ ആണല്ലേ സ്റ്റാർട്ട് ചെയ്യുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ അങ്ങനെ എഴുതി ചേർക്കുക കേട്ടോ കലണ്ടറിൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൺ വിച്ച് ഡേ ഈസ് August 15? അതായത് August 15 ഏത് ദിവസമാണെന്നാണ്. നോക്കി നോക്കൂ, ഏത് ഡേ ആ? തേഴ്സ്ഡേ ആണ് അല്ലേ. തേഴ്സ്ഡേ എന്ന് എഴുതുക. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്? വിച്ച് ഡേ ഈസ് ഇറ്റ്? ഏതാണ് ലാസ്റ്റ് ദിവസം? ഡേറ്റ് എന്ന് പറഞ്ഞാൽ തീയതി, ഡേ എന്ന് പറഞ്ഞാൽ ദിവസം. ഏതാണ് ലാസ്റ്റ് ഡേറ്റ്? 31st അല്ലേ. 31st എന്ന ബോക്സിൽ എഴുതുക. അത് ഏത് ഡേ ആണ്? സാറ്റർഡേ ആണ് അല്ലേ. സാറ്റർഡേ എന്ന് എഴുതുക കേട്ടോ. ഹൗ മെനി സാറ്റർഡേസ് ഇൻ ദിസ് മന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര സാറ്റർഡേസ് ആണ്, എത്ര ശനിയാഴ്ചകളാണ് എന്നാണ് കേട്ടോ. സാറ്റർഡേസ് ഏതൊക്കെ ഡേറ്റ്സിലാണ് വരുന്നത് നോക്കുക. 3, 10, 17, 24, 31 അല്ലേ. അപ്പൊ എത്ര സാറ്റർഡേസ് ആണ്? 5 അല്ലേ. 5 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. വാട്ട് ആർ ദ ഡേറ്റ്സ് ഓഫ് തേഴ്സ്ഡേ? വ്യാഴാഴ്ച വരുന്ന തീയതികൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. ഡേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഡേറ്റുകൾ? 1, 8, 15, 22, 29 അതവിടെ എഴുതുക കേട്ടോ. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ യൂണിറ്റ് എടുക്കാം. യൂണിറ്റ് 10 ഡോൾസ്. ഓക്കെ, ബൈ.